നെഹേമ്യയുടെ പുസ്തകം 9-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെ കർത്താവിൻ്റെ സന്നിധിയിൽ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. നെഹേമ്യയുടെ പുസ്തകം. ചിലർ നോക്കുക, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന നെഹേമ്യ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ടോ എന്ന്. കേൾക്കാത്ത പരിചയമില്ലാത്ത ഒരു പുതിയ പേരെന്ന് തോന്നുന്നു ചിലർക്ക്. ബൈബിൾ വായിക്കണം, എല്ലാവരും എല്ലാ ദിവസവും ധ്യാനിക്കണം. വളരെ ആവശ്യമുള്ള കാര്യമാണ്. തിരക്ക് പിടിച്ച് വായിക്കരുത്. വായിക്കുമ്പോൾ ധ്യാനിച്ച് വായിക്കണം, മനസ്സാന്തരത്തോട് വായിക്കണം. ദൈവം എന്നോട് എന്താ സംസാരിക്കുന്നത് എന്നുള്ള മനോഭാവത്തോടും സമർപ്പണത്തോടും ഓരോ ദിവസവും നിങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് വായിക്കണം. എങ്കിലേ നമുക്ക് ഒരു ദൈവിക ജീവിതം ഈ ഭൂമിയിൽ നയിക്കാൻ സാധിക്കത്തുള്ളൂ. ഇസ്രായേൽ മക്കൾ ഉപവസിച്ചും രട്ടുടുത്തും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ടുകൂടി വന്നു. അവർ സകല അന്യ ജാതിക്കാരിൽ നിന്ന് വേർതിരിഞ്ഞ് നിന്ന് തൻ്റെ പാപങ്ങളെയും തൻ്റെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു. പിന്നെ അവർ എഴുന്നേറ്റ് നിന്ന് അവർ ഒരു യാമത്തോളവും യഹോവയുടെ ന്യായപ്രമാണം വായിച്ച് കേട്ടു. പിന്നെ ഒരു യാമത്തോളവും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെ നമസ്കരിച്ചു. ലേവ്യർ തൻ്റെ ദൈവമായ യഹോവയോട് ഉറക്കെ നിലവിളിച്ചു. പിന്നെ അവർ പറഞ്ഞത്, നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും വാഴ്ത്തുവീൻ. സകല പ്രശംസയ്ക്കും സ്തുതിക്കും മീതെ ഉയർന്നിരിക്കുന്ന നിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങ് മാത്രം യഹോവയാകുന്നു. അങ്ങ് ആകാശത്തെയും സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അതിലുള്ള സകലത്തെയും ഉണ്ടാക്കി അതിലുള്ള സകലത്തെയും രക്ഷിക്കുന്നു. ആകാശത്തിലെ സൈന്യം അങ്ങേ നമസ്കരിക്കുന്നു. ഇവിടെ ഇസ്രായേൽ ജനം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാം. അങ്ങ് മാത്രം യഹോവയാകുന്നു. അങ്ങ് ആകാശത്തെയും സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അതിലുള്ള സകലത്തെയും ഉണ്ടാക്കി. മാനസാന്തരപ്പെട്ടവരുടെ ആരാധനയ്ക്കും മാനസാന്തരപ്പെടാതെ ഉള്ള ആരാധനയ്ക്കുമുള്ള വ്യത്യാസം. പൊതുവെ നമുക്ക് വലിയ ആരാധന വരും എപ്പോഴാണെന്നറിയാമോ? ജീവിതത്തിലൊരു പ്രയാസം വരുമ്പോൾ നമ്മുടെ ആരാധന വർദ്ധിക്കും. ഒരു പുതിയ വീട് പണിതാൽ ആരാധന വർദ്ധിക്കും. ഒരു പുതിയ കാറ് വാങ്ങിച്ചാൽ ആരാധന വർദ്ധിക്കും. തക്കതായ ഒരു വിവാഹ ആലോചന വന്നാൽ ആരാധന വർദ്ധിക്കും. കടഭാരങ്ങൾ തീരുമെന്ന് ഏതെങ്കിലും ഒരു ലക്ഷണം വന്നാൽ ആരാധിക്കും. പക്ഷെ ഇവിടെ ഈ ഭാഗം നെഹേമ്യയുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 8-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾ ഇസ്രായേൽ ജനം തങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ച യാതൊരു നന്മകളെയും കുറിച്ച് അവിടെ ദൈവസന്നിധിയിൽ പറഞ്ഞ് ആരാധിച്ചില്ല. പക്ഷെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാമഹത്വത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന ഒരു മഹത്വമുള്ള ആരാധനയെ നമുക്കവിടെ കാണാൻ കഴിയും. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ ദൈവമക്കൾ ഇസ്രായേൽ മക്കൾ ഉപവസിച്ച് രട്ടുടുത്തും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് കൂടി വന്നു. അവർ സകല അന്യ ജാതിക്കാരിൽ നിന്ന് വേർതിരിഞ്ഞ് നിന്ന് തൻ്റെ പാപങ്ങളെ തൻ്റെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു. ഒരു നല്ലൊരു ഭാഗമാണ്, ഒരു മനോഹരമായ ദൈവിക ഭാഗമാണ്. പരിശുദ്ധനായ ദൈവം ഈ അവസാനത്തെ ഞായറാഴ്ചയിൽ നമുക്ക് ധ്യാനിക്കാൻ ദൈവം തന്ന സന്ദേശം. ഇതൊരു നല്ലൊരു സന്ദേശമാണ്, മനോഹരമായ സന്ദേശമാണ്. കാരണം നമ്മളെല്ലാവരും വരുന്ന ആഴ്ച ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. ഒരു പുതിയ ആഴ്ച, ഒരു പുതിയ ഞായറാഴ്ച, ഒരു പുതിയ വർഷം. നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. ഒരു പുതിയ വസ്ത്രം വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, അല്ലേ? ഒന്ന് ആലോചിക്കുക, ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ദൈവഭക്തന്മാർക്കറിയാം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ സ്തോത്രത്തോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടും പ്രവേശിക്കും. അപ്പോൾ പുതിയ ദിവസത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ മാനസാന്തരത്തോട് പ്രവേശിക്കുന്നത് ഒരു ഉത്തമമായ കാര്യം എന്നുള്ളത് പരിശുദ്ധാത്മാവ് അടിയനെ ബോധ്യപ്പെടുത്തിയത് കൊണ്ട് നമ്മളൊരു പുതിയ ഉണർവോടും പുതിയ സമർപ്പണത്തോടും പുതിയ തീർമാനത്തോടും ദൈവസന്നിധിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇവിടെ ദൈവമക്കൾ ഇസ്രായേൽ ജനം തൻ്റെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നത് നമുക്ക് കാണാം. ഇവിടെ വചനം ഇപ്രകാരം പറയുന്നു: ഇസ്രായേൽ മക്കൾ ഉപവസിച്ചും രട്ടുടുത്തും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ടുകൂടി വന്ന് അവർ സകല അന്യജാതിക്കാരിൽ നിന്ന് വേർതിരിഞ്ഞ് നിന്ന് തൻ്റെ പാപങ്ങളെയും
തൻ്റെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു. ഒരു വലിയൊരു സമൂഹമാണ് അവിടെ മാനസാന്തരപ്പെടുന്നത് നമുക്ക് കാണാം. തീർച്ചയായിട്ടും അവരുടെ ഇടയിൽ ചിലർ ഇതിന് പ്രതികരിച്ചവരുണ്ടായിരിക്കും. സഹകരിക്കാതെ എന്തിനാ ഇതിനാവശ്യമുണ്ടോ എന്ന് പ്രതികരിച്ചവർ തീർച്ചയായിട്ടും ഈ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടാകും. പക്ഷെ ഒരു ഭൂരിപക്ഷ ജനം ദൈവസന്നിധിയിലെടുത്ത തീർമാനവും അവർ ചെയ്ത ക്രിയകളും പ്രവൃത്തികളും ദൈവസന്നിധിയിൽ പ്രസാദകരമായി തീർന്നതുകൊണ്ട് ദൈവം ഇന്ന് നമ്മുടെ സഭയിൽ സംസാരിക്കുക. യഥാർത്ഥത്തിൽ ഒരുവൻ മാനസാന്തരപ്പെടണമെങ്കിൽ അവൻ ഒന്നാമത്തേത് അവൻ ദൈവം ഉണ്ടെന്ന് വിശ്വാസമുള്ളവനായിരിക്കണം. 2, ദൈവം എൻ്റെ പാപങ്ങളെ ക്ഷമിക്കുമെന്നുള്ള ഒരു വിശ്വാസം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ വിശ്വാസമുള്ള വ്യക്തി മാത്രമേ താൻ ചെയ്ത പാപം തിരിച്ചറിയുമ്പോൾ അല്ലെങ്കിൽ കുറ്റബോധം വരുമ്പോൾ, കുറ്റബോധം പരിശുദ്ധാത്മാവ് കൊടുക്കുമ്പോൾ, കൃപയാൽ അവൻ്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുമ്പോൾ, ഞാൻ എൻ്റെ പാപങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയും. എന്തിനാ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നത്? ദൈവം എൻ്റെ പാപങ്ങളെ ക്ഷമിക്കും എന്ന് പൂർണ്ണ ബോധ്യമുള്ളവർ മാത്രമേ ദൈവത്തോട് തൻ്റെ പാപങ്ങളെ ഏറ്റുപറയത്തുള്ളൂ. ഈ വിശ്വാസമില്ലാത്തവർ നേർച്ചകൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ, പാപങ്ങൾക്ക് ഭക്ഷണം, വസ്ത്രം ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കും. ഉള്ള പോക്കുത്തരയൊക്കെ കാണിച്ചിട്ട് താൻ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ചിലർ നേർച്ചകളും കർമ്മങ്ങളും പുണ്യസ്ഥലങ്ങളിൽ ചെന്ന് ചെയ്യുന്നത് നമുക്ക് കാണാം. അങ്ങനത്തെ കർമ്മങ്ങളും ആചാരങ്ങൾക്കും ആ നേർച്ചകൾക്കും ഒന്നും ഒരിക്കലും ഒരു നാളും മനുഷ്യൻ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമില്ല, ഒരു നാളുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നിരുന്നെങ്കിൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. നമ്മുടെ പ്രവൃത്തികളിൽ കൂടിയോ കർമ്മങ്ങളിൽ കൂടിയോ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി രക്ഷ നൽകാൻ സാധിക്കുമായിരുന്നിരുന്നെങ്കിൽ ഒരിക്കലും യേശു കർത്താവ്, ഈ പരിശുദ്ധനായ ദൈവപുത്രൻ യേശു കർത്താവ് ഒരിക്കലും നമ്മുടെ അകൃത്യങ്ങളുടെയും പാപങ്ങളെയും ശാപങ്ങളെയും രോഗങ്ങളെയും തൻ്റെ തോളിൽ വഹിച്ച് നമ്മുടെ ശിക്ഷ യേശു കർത്താവ് ഏറ്റെടുത്ത് ക്രൂശിൽ അറിയപ്പെട്ട് നമ്മുടെ രക്ഷയ്ക്കായി അങ്ങ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യാതൊരു ആവശ്യമില്ലായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവസന്നിധിയിൽ പറയട്ടെ, മാനസാന്തരത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് ദാനമായി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് നാം കർമ്മങ്ങളിൽ കൂടിയോ നേർച്ചകളിൽ കൂടിയോ നമ്മുടെ പാപങ്ങൾ പരിഹരിക്കാൻ നാം ആഗ്രഹിക്കുന്നുമില്ല, അത് തോന്നിയിട്ടുമില്ല. കാരണം എന്താണെന്നറിയാമോ? വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. മാനസാന്തരം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ദൈവം കൊടുത്ത ദാനമാണ്, ഏറ്റവും വലിയ ഗിഫ്റ്റാണ്, ദൈവം കൊടുത്ത ഒരു കൃപയാണ്. ആ കൃപ മനുഷ്യൻ്റെ ഉള്ളിൽ പകരാതിരുന്നെങ്കിൽ നാം ഒരിക്കലും മാനസാന്തരപ്പെടത്തില്ലായിരുന്നു. നാം വീണ്ടും വീണ്ടും പാപം ചെയ്ത് അതിന് പരിഹാരമായിട്ട് ചില നേർച്ചകൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയേനെ. പക്ഷേ മാനസാന്തരം എന്നുള്ള ആ വലിയ ഒരു ഗിഫ്റ്റ് സ്വർഗത്തിലെ ദൈവം മനുകുലത്തിന് തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവനുമായി മാറ്റപ്പെടും. He will be changed or transformed totally. മാനസാന്തരപ്പെട്ട വ്യക്തിയെ കണ്ടാൽ നമുക്കറിയാം, അവൻ്റെ ഭാവനയ്ക്ക് മാറ്റം വരും, അവൻ്റെ മനോഭാവത്തിന് മാറ്റം വരും, അവൻ്റെ വാക്കുകൾക്ക് മാറ്റം വരും, അവൻ്റെ പ്രസൻറ്റേഷന് മാറ്റം വരും, അവൻ്റെ ഇടപെടലിന് മാറ്റം വരും. ഈ ലോകത്ത് ഒത്തിരി വിശ്വാസികളുണ്ട്, വീണ്ടും ജനിച്ച വിശ്വാസികൾ ഒത്തിരി ഉണ്ട്. പക്ഷേ മാനസാന്തരപ്പെടാതെ വിശ്വാസികൾ ഒത്തിരി നമ്മുടെ നടുവിലുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ദൈവസഭയോട് അരുളി ചെയ്യുന്നത്, മാനസാന്തരപ്പെടുന്നവൻ ദൈവത്തോട് കൂടെ മാനസാന്തരപ്പെട്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തോട് കൂടെ ജീവിക്കാൻ സാധ്യമുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവം സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇടപെടുന്ന ഏതെങ്കിലും വിഷയത്തിൽ നാം വീണുപോയിട്ടുണ്ടെങ്കിൽ അത് മടങ്ങി വരേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് ആരാധന എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. കൂടെ ഉണ്ട്, യേശു കൂടെ ഉണ്ടെന്ന് പാടുമ്പോൾ എല്ലാവരും കരങ്ങളിടിച്ച് പാടും. പക്ഷെ മാനസാന്തരപ്പെടാതെ ആ പാട്ട് പാടിയാൽ ഒരിക്കലും സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകത്തില്ല. കരങ്ങളെ ഉയർത്തി ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. കുറച്ച് കഴിയുമ്പോൾ ശബ്ദം കൂടി കൂടി വരും, ഉറപ്പാണ്.
കാരണം മാനസാന്തരപ്പെടുന്നോരും ആരാധനയ്ക്ക് ശബ്ദമുയരും. കുറ്റബോധമുള്ളപ്പോൾ ആരാധന വെളിപ്പെടത്തില്ല. ലോകപ്രകാരമായിട്ട് അത്യുച്ചത്തിൽ നമുക്ക് ആരാധിക്കാം. പക്ഷെ ദൈവസന്നിധിയിൽ അത് വെളിപ്പെടണമെങ്കിൽ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ മാനസാന്തരപ്പെടുമ്പോൾ നമ്മുടെ ആരാധന ദൈവസന്നിധിയിൽ വെളിപ്പെടും. അപ്പോൾ ഇവിടെ ഇസ്രായേൽ ജനം ദൈവസന്നിധിയിൽ they confessed their sin. നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ജനമായിരിക്കാം, ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ്. പക്ഷെ മാനസാന്തരപ്പെടാതെ ഒരു ബോൺ അഗെയിൻ ക്രിസ്ത്യനായിട്ട് ജീവിക്കാൻ കഴിയും. ശോധന ചെയ്യുന്നവൻ, ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, അനുദിനവും ശോധന ചെയ്യുന്നവൻ എന്തു ചെയ്യും? രക്ഷിക്കപ്പെടും. അപ്പൊ ഈ പ്രോസസ്, മാനസാന്തരം എന്ന് പറയുന്ന ഒരു സംഭവം നിന്റെ മരണം വരെ അല്ലെങ്കിൽ കർത്താവ് വരുന്നത് വരെ, നീ എടുക്കപ്പെടുന്നത് വരെ ഇത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൻ്റെ ഗുണം ഇത്രയേ ഉള്ളൂ, നീ മാനസാന്തരപ്പെടുന്നവരും നീ രൂപാന്തരപ്പെട്ട് ക്രിസ്തുവോട് കൂടെ അനുരൂപപ്പെട്ട് ക്രിസ്തുവിൻ്റെ തലയോളം വരെ നീ വളരണമെങ്കിൽ നീ ശോധന ചെയ്ത് മാനസാന്തരപ്പെടാതെ ഒരിക്കലും ക്രിസ്തുവിൻ്റെ തലയോളം നമുക്ക് വളരാൻ ഒരു നാളും സാധ്യമല്ല. ആരാണ് മാനസാന്തരപ്പെടുന്നത്? ഹൂ നീഡ്സ് റിപ്പൻറ്റൻസ്? പാപം ചെയ്യുന്നവനാണ് മാനസാന്തരം ആവശ്യം. നമ്മൾ പാപം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. നമ്മളെല്ലാവരും പാപം ചെയ്തിട്ടുണ്ട്. പാപം ചെയ്തവൻ്റെ ഉള്ളിൽ ഭാവബോധ്യം വരുമ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നത്? മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ എപ്പോഴാണ് എങ്ങനെയാണ് പാപം ചെയ്യുന്നത്? അവൻ്റെ വാക്കുകൾ കൊണ്ട് പാപം ചെയ്യാൻ, അവൻ്റെ വികാരം കൊണ്ട് പാപം ചെയ്യാം, അവൻ്റെ പ്രവൃത്തികൾ കൊണ്ട് പാപം ചെയ്യാം, ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിക്കുന്നത് മുഖാന്തരം പാപം ചെയ്യാം. ദൈവം ചെയ്യണം, എടുക്കണം, നടക്കണം എന്ന് പറയേണ്ട വഴികളിൽ കൂടെ ചെയ്യാതെ നടക്കാതെ പോയാൽ അതും പാപം തന്നെയാ. ഇല്ല, നീ അരുത്, തൊടരുത്, നീ തിന്നരുത്, നീ പോകരുത് എന്ന് അരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ അരുതിയാൽ ചെയ്താൽ അതും പാപം തന്നെ. അപ്പൊ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ ജീവിക്കണം. ഒരിക്കലും നിങ്ങൾക്കോ എനിക്കോ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാൻ ഒരു നാളും സാധ്യമല്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിൽ നിങ്ങൾക്കും എനിക്കും ജീവിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അപ്പോൾ പാപം എന്ത് ചെയ്യുന്നു? മനുഷ്യനെ ദൈവത്തിൽ നിന്ന് വേർതിരിക്കുന്നു. ഒരു മനുഷ്യൻ മറ്റുള്ള മനുഷ്യനിൽ നിന്ന് അവൻ്റെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നത് തന്നെ പാപമാണ്, അല്ലേ? പാപം ഒരു വലിയ വേദന ഉള്ള സംഭവം. ഇറ്റ് ഈസ് എ പെയിൻഫുൾ തിങ്. നമ്മൾ വിചാരിക്കാം പാപം സാരമില്ല, നമ്മൾ ഏറ്റു പറഞ്ഞാൽ പോരെ എന്ന് വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു വിശ്വാസ സമൂഹമുണ്ട്. കുറുവയുടെ യുഗത്തിലല്ലേ ജീവിക്കുന്നത്, സാരമല്ല എന്ന്. വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. സമർപ്പണത്തോട് ദൈവസന്നിധിയിൽ മുമ്പോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് പെന്തക്കോസ് അല്ലാത്തവർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പെന്തക്കോസ് സമൂഹത്തിൽ ഒരു ധാരണ ഉണ്ട്, കള്ളുകുടിയനെ വെറുക്കും, കള്ളനെ വെറുക്കും, കഞ്ചാവടിക്കുന്നവനെ വെറുക്കും, പുകവലിക്കുന്നവനെ വെറുക്കും. അവനെ മഹാപാപിയുടെ ലിസ്റ്റിലായിട്ടിരിക്കുന്നത്. പക്ഷെ ഈ രക്ഷിക്കപ്പെട്ട സമൂഹത്തിന് പക, പിണക്ക്, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ ഇതൊന്നും പാപമായിട്ട് തോന്നിയിട്ടേ ഇല്ല. ഞായറാഴ്ച ആരാധനയിൽ മഹത്വമേറിയ ആരാധനയായിരിക്കും. പക്ഷെ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ആ ജഡിക സ്വഭാവങ്ങളോട്, അഹങ്കാരത്തോട്, നികളഭാവത്തോട്, സ്വാർത്ഥതയോട്,
ഞാൻ എന്നുള്ള മനോഭാവത്തോട് എനിക്ക് മാത്രം, എൻ്റെ കുടുംബത്തിന് മാത്രം, ഇന്നുള്ള ഭൂരിപക്ഷ പെന്തക്കോസ്ത് സമൂഹവും വീണുപോയി കിടക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട സമയമാണ്. പിണങ്ങിപ്പോകരുത്. അടുത്ത ആഴ്ച വരണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ലെങ്കിലും ദൈവം നിങ്ങളെയും എന്നെയും കുറിച്ച് ആഗ്രഹിക്കുന്ന വിശുദ്ധിയിൽ പ്രവേശിക്കണമെങ്കിൽ ഒന്ന്, ഞാൻ ചെയ്ത പാപത്തെ തിരിച്ചറിയാനുള്ള മനസ്സ് വയ്ക്കണം. ഞാൻ എവിടെയാണ് തെറ്റ് ചെയ്ത്, എവിടെയാണ് പാപം ചെയ്ത്, എവിടെയാണ് വീണുപോയി? എൻ്റെ ജീവിതത്തിൽ പകവുണ്ടോ, പിണക്കുണ്ടോ, ജാരസംഘമുണ്ടോ, നികളഭാവമുണ്ടോ, ശാഠ്യമുണ്ടോ, ഭിന്നതമുണ്ടോ, അസുഖമുണ്ടോ, പരദൂഷണമുണ്ടോ, അഹങ്കാരമുണ്ടോ, ഞാൻ കള്ളം പറയുന്നുണ്ടോ? നമ്മുടെ ഇടയിൽ പകയ്ക്കാൻ യാതൊരു മടിയില്ലാത്തവരാ. നമ്മുടെ ഇടയിൽ പരദൂഷണം പറയാൻ യാതൊരു മടിയില്ലാത്തവരാ. ബൈബിൾ പറയുന്നു, കള്ളം പറയുന്നവനും പരദൂഷണം പറയുന്നവനും മദ്യപാനിയും കൊലപാതകനും എല്ലാം പ്രവേശിക്കത്തില്ല. ആരും പ്രവേശിക്കത്തില്ല. നമ്മൾ പാപത്തെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. കൊലപാതകനെ വലിയ കുറ്റക്കാരനായിട്ട് കാണും. കള്ളം പറയുന്നവനെ നമ്മൾ കുറ്റക്കാരനായിട്ട് കാണാറില്ല. സാരമില്ല എന്ന് പറയും. വചനം പാപത്തെ വേർതിരിച്ചിട്ടില്ല. മനുഷ്യനാണ് വേർതിരിച്ചത്. കൊലപാതകം വലിയ പാപം, വ്യഭിചാരം വലിയ പാപം, മദ്യപാനം വലിയ പാപം, പക, പിണക്ക്, കുശുമ്പ്, കുന്നായ്മ, നഗളം, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ലിസ്റ്റിലിട്ടിട്ടില്ല. പക്ഷെ ദൈവത്തിന് ഇതെല്ലാം പാപം തന്നെ. സിൻ ഈസ് ഓൾവേസ് സിൻ. ഈ പാപം വലുതെന്നും ഈ ഇന്ന പാപം ചെറുതെന്നും വേദപുസ്തകത്തിൽ എങ്ങും എഴുതിയിട്ടില്ല. പക്ഷെ ഓർത്തോളണം, ദൈവത്തെ ഭയപ്പെടുന്നവൻ്റെ ഉള്ളിൽ ദൈവം തീർച്ചയായിട്ടും ഇടപെടും മാനസാന്തരപ്പെടാൻ വേണ്ടി. അതാണ് എൻ്റെ സന്ദേശം. ദൈവത്തെ ഭയപ്പെടുന്നവൻ്റെ ഉള്ളിൽ ദൈവം തീർച്ചയായിട്ടും ഇടപെടും. അവന് പാപബോധ്യം ദൈവം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവന് മാനസാന്തരപ്പെടും. ദൈവത്തെ ഭയപ്പെടുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം തൻ്റെ വചനത്തെ പകരും. ദൈവം തൻ്റെ വചനത്തെ പകരുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് ഒരു വ്യക്തി പ്രാധാന്യം കൊടുക്കുമ്പോൾ അവനോട് പരിശുദ്ധാത്മാവ് ഇടപെടും. അവനോട് പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ അവന് പാപബോധ്യം വെളിപ്പെട്ട് വരും. അവൻ ചെയ്ത പാപങ്ങളെ ദൈവസന്നിധിയിൽ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അവനോട് പരിശുദ്ധാത്മാവ് പറയും, നീ പോയി ദൈവത്തോട് ഏറ്റുപറ. ചെയ്ത പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ അവൻ്റെ പാപങ്ങളെല്ലാം പരിഹരിക്കപ്പെടും, ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ക്ഷമിക്കപ്പെട്ട വ്യക്തി ദൈവസന്നിധിയിൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തി ദൈവസന്നിധിയിൽ വസിക്കും. മാനസാന്തരപ്പെടാത്ത വ്യക്തി വീണ്ടെടുക്കപ്പെടത്തില്ല. വീണ്ടെടുക്കാത്ത വ്യക്തി ഒരിക്കലും ദൈവസന്നിധിയിൽ വസിക്കാൻ സാധ്യമല്ല. അതാ ദൈവത്തിൻ്റെ സന്ദേശം ദൈവസഭയോട്. നല്ലതാണ് നമ്മുടെ പാട്ടും ആരാധനയും വചനപ്രബോധനവും നല്ലതാണ്. നമ്മുടെ ഭൗതികാനുഗ്രഹങ്ങൾ നല്ലതാ. പക്ഷെ ഉത്തമമായ കാര്യത്തിൽ പ്രവേശിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടുമ്പോൾ അവനെ ദൈവം വീണ്ടെടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ പാർപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവവചനം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, മാനസാന്തരമില്ലാത്ത ജീവിതം നരക ജീവിതം. The life will end up in hell. ഇസ്രായേൽ ജനം ഉപവസിച്ചും റെട്ടെടുത്തും തലയിൽ പൂഴി വാരിയിട്ട് എന്ന് പറഞ്ഞാൽ താഴ്മയോടും പൂർണ്ണ വിനയത്തോടും ദൈവസന്നിധിയിൽ അവർ കടന്നു വന്നു. അവരാരെയും മൈൻഡ് ചെയ്തില്ല. പൊതുവായിട്ട് they came in the common place. വീട്ടിലല്ല, പൊതുവായിട്ട് ഒത്തൊരുമിച്ച് they came. ദൈവത്തിൻ്റെ മുൻപിൽ അവർ താഴ്ത്തി. സകല അന്യജാതിക്കാരിൽ നിന്ന് അവർ വേർതിരിഞ്ഞു. ഈ ഭാഗത്തിൽ ഒരു ഭാഗം പോലും നമുക്ക് വിടാൻ കഴിയത്തില്ല. സകല അന്യജാതിക്കാർ. അന്യജാതിക്കാരിൽ എന്ത് കാണപ്പെട്ടു? അവർക്ക് കള്ളം, പോഷ്ക്, പക, ഇതൊന്നും അവർക്ക് പാപമല്ല. എന്താ പാപം? രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ വ്യഭിചാരം ചെയ്താൽ അവൻ എന്താണ് പാപം? അവൻ പകച്ചാൽ അവൻ എന്താണ് പാപം?
അവൻ പരദൂഷണം പറഞ്ഞാൽ എന്താണ് പാപം അവൻ അറിയത്തില്ല. ഹി ഡസന്റ് നോ വാട്ട് ഈസ് സിൻ. അതുകൊണ്ട് ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? അവരിൽ നിന്ന് വേർതിരിഞ്ഞു. നമ്മുടെ സമൂഹം തന്നിരിക്കുന്നത് പുറമേ ഉള്ള വേഷം. നീ വെള്ളയും ഇട്ടാൽ ഒരിക്കലും വേർതിരിക്കപ്പെടത്തില്ല. പുറമെ എന്ത് വേഷം കൊണ്ടുവന്നാലും നീ വേർതിരിക്കപ്പെടത്തില്ല. ഹൃദയത്തിൽ we should be separated from the sinful people. Amen. Praise the Lord. കഴിഞ്ഞ ആഴ്ച ഞാൻ വെള്ളയും ഇട്ട് എന്ത് ഈസിയാണെന്നറിയാമോ? ഇറ്റ്സ് വെരി ഈസി. തിരിച്ചു പോകാൻ വളരെ ഈസിയാണ്. കളർ ഡ്രസ്സിലേക്ക് പോകാൻ വളരെ ഈസിയാണ്. പക്ഷേ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ലിവ് എ സെപ്പറേറ്റഡ് ലൈഫ്. പാപത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കണമെങ്കിൽ ദൈവവചനത്തോട് അനുരൂപപ്പെട്ട് ജീവിച്ച് പരിശുദ്ധാത്മാവാൽ വഹിക്കപ്പെടുന്നവർക്ക് മാത്രമേ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. ഒന്ന് ഹല്ലേലൂയ പറ. കണ്ട, ഞാൻ പറഞ്ഞില്ലേ സൗണ്ട് കൂടി വരുമെന്ന്. ദൈവത്തിൻ്റെ ആലോചനയാണ് ദൈവസഭയിൽ ഇന്ന് പകൽക്കാലം ദൈവം സംസാരിക്കുന്നത്. സകല അന്യജാതിക്കാരിൽ നിന്നും അവർ വേർതിരിഞ്ഞു. തൻ്റെ പാപങ്ങളെ, തൻ്റെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും എന്തു പറഞ്ഞു? ഏറ്റുപറഞ്ഞു. ആര് ദൈവത്തോട് ഏറ്റുപറയും? പാപം ചെയ്തവൻ്റെ ജീവിതത്തിൽ കുറ്റബോധം ഉണ്ടാകുമ്പോൾ, ഞാൻ ചെയ്തത് തെറ്റെന്ന് മനസ്സിലാകുമ്പോൾ, മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ എന്തു ചെയ്യും? അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി അവൻ തൻ്റെ പാപങ്ങളെ ഏറ്റുപറയും. അവനറിയാം ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ അവനെ ദൈവം വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവനെ ആക്കും. ഒന്നുകൂടെ ഹല്ലേലൂയ പറയാമോ? അനുദിനവും മാനസാന്തരപ്പെടുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരുകയിൽ എടുക്കപ്പെടും. They realized and admitted their sins. ഞാൻ പാപം ചെയ്ത് എന്ന് സമ്മതിക്കുന്നവർക്ക് മാത്രമേ പാപം ഏറ്റുപറയാൻ പറ്റത്തുള്ളൂ. ചിലർ പാപം ചെയ്തിട്ട് അവർ പറയും ഞാനൊന്നും ചെയ്തിട്ടില്ല. അവനൊരിക്കലും പാപം ഏറ്റുപറയാൻ പറ്റത്തില്ല. ആര് പാപം ചെയ്തു? ഞാൻ കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പകച്ചു, ഞാനാണ് ഭിന്നത ഉണ്ടാക്കിയത്, ഞാനാണ് പ്രശ്നം ഉണ്ടാക്കിയത്, ഞാനാണ് കോപിച്ചത്, ഞാനാണ് നെഗളിച്ചത്, അഹംഭാവം കാണിച്ചത് ഞാനാ. നിങ്ങൾക്കറിയാമോ പല വിശ്വാസ കുടുംബങ്ങൾ തകരാൻ കാരണം എന്താണെന്നറിയാമോ? അഹങ്കാരം, നിങ്ങളഭാവം, ഗ്രീഡ്. ഹലോ, പിണങ്ങിപ്പോകരുത്. അടുത്ത ആഴ്ച വരണം തങ്കക്കുടങ്ങളെ. നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ ആരോട് ശുശ്രൂഷിക്കും? ഈ കാലി കസേരയിൽ വല്ലതും പ്രസംഗിച്ചിട്ട് വല്ലതും കാര്യമുണ്ടോ? പക്ഷേ ഞാൻ പറയട്ടെ, കർത്താവ് വരുമ്പോൾ ഈ കസേരയെല്ലാം കാലിയാവണം. കർത്താവ് വരുമ്പോൾ ഈ കസേരയെല്ലാം കാലിയായിട്ട് കിടക്കണം. ആമേൻ. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോട് ആഗ്രഹിക്കുന്ന ആഗ്രഹമാണ്, പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. നീ ചെയ്ത പാപം ആദ്യം സമ്മതിക്കണം. സമ്മതിച്ചാൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ നിനക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് 1 യോഹന്നാൻ്റെ പുസ്തകം 9-ാമത്തെ വാക്യത്തിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയെ പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെ നീക്കി നമ്മെ ശുദ്ധീകരിക്കും. എന്നാൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അങ്ങ് നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച്, അപ്പം ഏറ്റുപറയാതെ ഒരിക്കലും പാപങ്ങൾ ക്ഷമിക്കപ്പെടത്തില്ല. ഏറ്റുപറയണമെങ്കിൽ നാം ചെയ്ത പാപം സമ്മതിച്ചിരിക്കണം. ഞാൻ ചെയ്തു, തെറ്റ് ചെയ്തു, ഐ അഗ്രി വിത്ത് ദാറ്റ് സിൻ, കർത്താവ് എന്നോട് ക്ഷമിക്കണമെന്ന് നീ ഏറ്റുപറയുമ്പോൾ ദൈവം എന്ത് ചെയ്യും? നിൻ്റെ എല്ലാ പാപങ്ങളെയും ക്ഷമിച്ച് നിന്നെ നിത്യതയിലേക്ക് ഒരുക്കുവാൻ മതിയായവർ. 2, അവർ ചെയ്ത പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞു. 2, പിന്നെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെ അവരെന്ത് ചെയ്തു? ഏറ്റുപറഞ്ഞു. നിങ്ങൾക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് ഈ വാക്യം പറഞ്ഞ് പിതാക്കന്മാരുടെ അകൃത്യം ഉണ്ടെങ്കിൽ എന്തു ചെയ്യും? നിങ്ങൾ ശിക്ഷിക്കപ്പെടും, ശാപം, നിങ്ങളുടെ കുടുംബം നന്നാവത്തില്ല. ഞാൻ ചിലർ നമ്മുടെ കൂട്ടായ്മയിലും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അവൻ്റെ അപ്പൻ ഇങ്ങനെ നടന്നുകൊണ്ട് അവൻ്റെ കുടുംബം നശിച്ചു പോയി.
അവൻ അങ്ങനെ നടന്നു വന്നു. അവൾ അങ്ങനെ ജീവിച്ചതുകൊണ്ട് ആ കുടുംബം എന്ത് ചെയ്തു? നശിച്ചുപോയി. ആ ശാപം കുടുംബത്തിൽ കിടപ്പുണ്ട്. അവൻ്റെ അപ്പൻ കൊലപാതകം ചെയ്തിട്ടുണ്ട്, വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, പലിശയ്ക്ക് പണം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ശാപം അവൻ്റെ തലമുറയിൽ കിടക്കുന്നതുകൊണ്ടാണ് അവൻ്റെ കുടുംബം നന്നാവാത്തത്. കാരണം അവിടെ വചനം പറയുന്നു, പിതാക്കന്മാരുടെ അകൃത്യം നിനക്ക് വല്ലതും അറിയാമെങ്കിൽ നീ ഏറ്റു പറഞ്ഞോ. നിനക്കൊന്നും അറിയത്തില്ലെങ്കിലും വളരെ വ്യക്തമായിട്ട് എസേക്കിയേലിന്റെ പുസ്തകം, പ്രവചന പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ, ഒരുവൻ താൻ ചെയ്ത മ്ലേച്ഛകൾ നിമിത്തം മരിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മ്ലേച്ഛകൾ നിമിത്തം അവൻ മരിക്കും, അവൻ്റെ രക്തം അവൻ്റെ മേൽ വരും. എന്നാൽ അവനൊരു മകൻ ജനിച്ചിട്ട് അവൻ തൻ്റെ അപ്പൻ ചെയ്ത സകല പാപങ്ങളും കണ്ട് പേടിച്ച് അങ്ങനെ ഉള്ളതിനെ ചെയ്യാതെ, അന്യായം ചെയ്യാതെ, പിടിച്ചു പറിക്കാതെ, വിശപ്പുള്ളവൻ അപ്പവും നഗ്നനെ ഉടുപ്പിച്ച് നീതികേട് ചെയ്യാതെ പലിശയും വാങ്ങിക്കാതെ ഇരുന്നാൽ അവൻ തൻ്റെ അപ്പൻ്റെ അകൃത്യം നിമിത്തം മരിക്കാതെ ജീവിച്ചിരിക്കും. അപ്പോൾ ചില വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ശാപമുറിക്കൽ ശുശ്രൂഷ. എറണാകുളത്തൊക്കെ ഗംഭീര പരിപാടിയായിരുന്നു. ആത്മീയ ചൂഷണമായിരുന്നു. ക്രൂശിൽ നീ ചെയ്ത പാപം, നിങ്ങളുടെ അപ്പന്മാരോ പിതാക്കന്മാരോ ചെയ്ത പാപങ്ങൾക്കെല്ലാം ദൈവം പരിഹാരം കണ്ടെത്തി. ഇനി വേറെ പുതിയ ഒരു ശാപമുറിക്കൽ ശുശ്രൂഷ നമുക്ക് ആവശ്യമില്ല. അപ്പൻ്റെ അകൃത്യം മക്കൾ അനുഭവിക്കേണ്ടത് വരികയില്ല. മക്കൾ നീതിയോട് നടന്നാൽ അവൻ ജീവിച്ചിരിക്കും. അപ്പൻ മക്കളുടെ അകൃത്യം വഹിക്കേണ്ട, മക്കൾ അപ്പൻ്റെ അകൃത്യവും വഹിക്കേണ്ട. നീതിമാൻ്റെ നീതി എന്ന് പറഞ്ഞാൽ നിന്റെ നീതി നിന്റെ മേലിരിക്കും. അടുത്തിരിക്കുന്നവരുടെ കരം പിടിച്ച് പറഞ്ഞാട്ടെ, നീതിമാനായി ജീവിച്ചാൽ നിന്റെ നീതി നിന്റെ മേലുണ്ടാകും. പറഞ്ഞേ, എന്ത് സന്തോഷം! നിങ്ങൾ വിചാരപ്പെടേണ്ട, കുടുംബത്തിലോ സ്വന്തക്കാരോ ബന്ധക്കാരോ അപ്പനോ അമ്മയോ മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ എന്തെങ്കിലും പാപം ചെയ്താൽ അതിൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കണം. ഇല്ല, നീ നീതിമാനായി ജീവിച്ചാൽ നിന്നെ ദൈവം കരം പിടിച്ച് വഴി നടത്തും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രിയ ജനമേ, നമ്മുടെ പാപം നാം തിരിച്ചറിയുന്ന പാപങ്ങളെ സംബന്ധിച്ച് ആ ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ഒരു പുതിയ ജീവൻ പ്രാപിച്ച്, ജീവൻ പ്രാപിച്ച് ദൈവസന്നിധിയിൽ ജീവിക്കുക. അപ്പോൾ മാനസാന്തരപ്പെടുന്നവൻ്റെ ജീവിതത്തിലുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ്റെ ഹൃദയം നുറുക്കപ്പെടാതെ ഒരിക്കലും മാനസാന്തരപ്പെടത്തില്ല. എന്ന് പറഞ്ഞാൽ ചെയ്ത പാപത്തെക്കുറിച്ച് അവനൊരു ഒരു കുറ്റബോധം, അല്ലെങ്കിൽ അവൻ്റെ മനസാക്ഷിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തകരാതെ ഇരിക്കുന്ന കാലം വരെ, പൊളിയാതെ ഇരിക്കുന്ന കാലം വരെ ഒരിക്കലും അവൻ മാനസാന്തരത്തിലേക്ക് വരത്തില്ല. അൺലെസ് ഇറ്റ് ഈസ് ബ്രോക്കൺ. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവർക്കും കൃഷി അറിയാം. പൊതുവെ നമ്മളെല്ലാവരും കൃഷിക്കാരാണ്. വീട്ടിലൊരു ചെറിയ ചെടിയെങ്കിലും നടാത്ത ആരുമില്ല, അല്ലേ? നിങ്ങളുടെ വീട്ടിലെ ചെട്ടിയിൽ ഒരു ചെടിയെങ്കിലും കാണും, നിങ്ങൾ നടാതെ ഇരിക്കത്തില്ല. ഈ ചെടിയിൽ അല്ലെങ്കിൽ ഈ ചട്ടിയിൽ ഒരു ചെടി നടണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? ആ മണ്ണിനെ എന്ത് ചെയ്യും? ഇളക്കും, അല്ലേ? ഇളക്കാതെ ഒന്നും വിതയ്ക്കാൻ പറ്റത്തില്ല, പൊളിക്കണം. അതേപോലെയാണ് നമ്മുടെ ജീവിതം. എന്ത് ചെയ്യണം? ഹൃദയം എന്ത് ചെയ്യണം? ആദ്യം ഇറ്റ് ഷുഡ് ബി ബ്രോക്കൺ. അത് ദൈവസന്നിധിയിൽ ഇറ്റ് ഷുഡ് ബി, അത് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം, നുറുക്കണം. കർത്താവേ, ഞാൻ ചെയ്തു കർത്താവേ. ആ സമയം നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും? അങ്ങ് തകരാൻ തുടങ്ങും, പൊളിയാൻ തുടങ്ങും. അപ്പം യജമാനായ യേശു എന്ത് ചെയ്യും? അതിനൊന്ന് പാകപ്പെടുത്തി ജീവവൃക്ഷത്തിൻ്റെ വിത്ത് നട്ട് നിന്നെ ജീവനോടെ പരിശുദ്ധാത്മാവ് പകർന്ന്, ആ ജീവജലത്തിൻ്റെ നദി പകർന്ന് നിന്നെ ജീവനോടെ നടത്തും. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതാണ് മാനസാന്തരത്തിൻ്റെ ശക്തി. ഒരു മതഗ്രഹത്തിലും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് സ്വർഗത്തിലെ ദൈവം വിശുദ്ധ തിരുവെഴുത്തുകളിൽ മുഖാന്തരം നമുക്ക് തന്നിരിക്കുന്നത്. ഇത് പല ക്രിസ്ത്യാനികളും ഇത് പാലിക്കുന്നില്ലെങ്കിലും കണ്ണ് തുറക്കപ്പെട്ടവർ ഇതിൽ കൂടെയാണ് നടക്കുന്നത്. നമുക്കറിയാം, ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമാണ് നമ്മളെ പാപം ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ വികാരങ്ങളാണ്. നമ്മൾ നന്നായിട്ട് നടക്കണമെന്ന് ആഗ്രഹിച്ചിങ്ങനെ പോകുമ്പം ചില സന്ദർഭങ്ങൾ നമ്മൾ എന്തു ചെയ്യും? ദേഷ്യപ്പെടും, പക വരും, പ്രതികാരം വീട്ടണമെന്ന് വരും, പിടിച്ച് 2 പൊട്ടിയിൽ കൊടുത്താൽ ഉള്ളാൻ തോന്നും. പക്ഷെ വൈകുന്നേരം, അയ്യോ കർത്താവേ, ഇത് ദൈവത്തിനുള്ളതല്ലല്ലോ, ഈ പക ദൈവത്തിനുള്ളതല്ലല്ലോ, ഈ ദേഷ്യം ദൈവത്തിനുള്ളതല്ലല്ലോ, ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. ആർക്ക് തോന്നുമെന്നറിയാമോ?
ദൈവത്തെ ഭയപ്പെടുന്നവന് മാത്രമേ തോന്നത്തുള്ളൂ. ദൈവത്തെ ഭയപ്പെടുന്നവന് മാത്രമേ തോന്നത്തുള്ളൂ. ദൈവത്തെ ഭയപ്പെടാത്തവൻ പാപം ചെയ്തിട്ട് ചെയ്ത പാപത്തിൽ കിടന്നവൻ ഉരുളും. അങ്ങനെയാ ഇന്ന് പല ശുശ്രൂഷകന്മാർക്കും പറ്റിയിരിക്കുന്നത്. കർത്താവ് സംസാരിച്ചെന്ന് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പം അവൻ കിടന്ന് ഉരുളുക. സമ്മതിച്ചാൽ പോരെ, ഞാൻ ചെയ്തു, തെറ്റ് സംഭവിച്ചു, ഒന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ക്ഷമിച്ചേനെ. വീണ്ടും കിടന്ന് അവൻ ഉരുളുന്നത് കൊണ്ട് പന്നികളുടെ കൂടെ വീണ്ടും കിടക്കുക. ഹലോ, ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സൗണ്ട് കൂടി വരുന്നുണ്ട്. നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ആ ജനമാണ് കർത്താവിന് വേണ്ടത്. സത്യസന്ധതയോട് ജീവിക്കുന്ന, ജീവനോട് ശേഷിക്കുന്ന, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ജനങ്ങളെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനാണ് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവർ ദൈവസന്നിധിയിൽ അത്യുച്ചത്തിൽ ദേ ക്രൈ ടു ദ ലോർഡ് എന്ന് പുരോഹിതന്മാർ എഴുന്നേറ്റ് ദേ ക്രൈ ടു ദ ലോർഡ്. ഞാൻ അവസാനിപ്പിക്കാൻ പോകുക. ദേ ക്രൈഡ് ടു ദ ലോർഡ്. നമ്മൾ ആരോടെ കരയും? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആരോടെ കരയുന്നറിയാമോ? നമ്മൾ ആശ്രയിക്കുന്ന വ്യക്തിയുടെ കരയത്തുള്ളൂ. നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കരയത്തുള്ളൂ. നമുക്ക് ഉറപ്പുണ്ട്, ഇന്ന വ്യക്തിയോടെ കരഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എനിക്ക് വിടുതല കിട്ടും, എനിക്ക് പരിഹാരം കിട്ടും എന്നുള്ള വ്യക്തിയോടെ നമ്മൾ കരയത്തുള്ളൂ. ദേ ക്രൈ ടു ദ ലോർഡ്. അപ്പനോട്. ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ നമ്മുടെ അപ്പൻ ജീവിച്ചിരുന്ന് നമ്മൾ കരയുന്ന ആരോടെയാണെന്നറിയാമോ? ആരോടെയാ? പറ. അപ്പനോടല്ലേ. ആദ്യം ഫോൺ എടുക്കുന്നത് അപ്പനോടെ. അപ്പ നിലവിളിച്ച് കരയുന്നത് അപ്പനോടെയാ. ലേവിയർ കരഞ്ഞത് സൃഷ്ടിച്ച ദൈവത്തോടെ. കാരണം ആ അപ്പനോടെ കരഞ്ഞാൽ, അപ്പനോടെ നിലവിളിച്ചാൽ അപ്പൻ എനിക്ക് പരിഹാരം തരും, അപ്പൻ എന്നെ രക്ഷിക്കും, അപ്പൻ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം തരും, അപ്പൻ എന്നെ വീണ്ടെടുക്കും എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് വചനം പറയുന്നു ദി ക്രൈ ടു ദ ലോർഡ്. പിന്നെ ആരാധന തുടങ്ങിയത്. ആ വചനം വായിച്ച് താഴോട്ട് പോകുമ്പോൾ അവിടെ പിന്നെ അവർ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ വാഴ്ത്താൻ തുടങ്ങി. ദി പ്രേഡ്. അതിനു മുമ്പുള്ള 2 ഭാഗം ഞാൻ വിട്ടുപോയി. പിന്നെ അവർ എഴുന്നേറ്റ് നിന്ന് 1 യാമത്തോളവും അവർ യഹോവയുടെ ന്യായപ്രമാണം വായിച്ചിട്ട്. 1 യാമത്തോളം എന്ന് പറഞ്ഞാൽ ഏകദേശം 3 മണിക്കൂർ. നമ്മുടെ ഇവിടെ 3/4 മണിക്കൂർ പോലും ആരാധനയ്ക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല. 3 മണിക്കൂർ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ വചനം ധ്യാനിപ്പിച്ചിരുന്നെങ്കിൽ അടുത്ത ആഴ്ച എത്ര പേര് വരുമെന്ന് എനിക്കറിയാം. പക്ഷെ ഓർത്തോളണം, നമ്മൾ എറണാകുളം വരെ പോകാനായിട്ട് ബസ്സിലിരിക്കാൻ സ്ഥലം കിട്ടിയില്ലെങ്കിൽ 1-1.5 മണിക്കൂർ നമ്മൾ നിൽക്കാൻ മടിയില്ല. ട്രിവാൻഡ്രം പോയാണ്, ഭയങ്കര തിരക്കാണ്, രാത്രിയാണ്, ഉറങ്ങാതെ നിന്ന് നമ്മൾ യാത്ര ചെയ്യാൻ ഒരുങ്ങും. പക്ഷെ ആരാധനയ്ക്ക് വന്നാൽ വളരെ ക്ഷീണമാണ്, ജോയിൻറ്റ് പെയിൻറ്റാണ്, വിഷമമാണ്, നടുവേദനയാണ്. മൂന്ന് മണിക്കൂർ എഴുന്നേറ്റ് നിന്ന് വചനം വായിച്ചും ധ്യാനിച്ചും ഇരുന്നു. പിന്നെ അവർ മാനസാന്തരപ്പെട്ടെന്ന്. കാരണം പ്രസവം കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവും? മാനസാന്തരം ഉണ്ടാവും, പിന്നെയും കുറ്റബോധം ഉണ്ടാവും. വചനം കേൾക്കുന്നതിന് മുമ്പ് കുറേ പാപങ്ങളൊക്കെ പറഞ്ഞ് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കും. വചനം കേട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ചില കുറ്റബോധം, അയ്യോ ഞാൻ ഇന്നെൻ്റെ പാപം ചെയ്തല്ലോ. വീണ്ടും അവർ 3 മണിക്കൂർ ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? ആരാധിച്ച് ദൈവത്തെ നമസ്കരിച്ച് തൻ്റെ പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു. 6 മണിക്കൂർ സഭായോഗം നടന്നിരുന്ന എത്ര പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ കരയേണ്ടത് ദൈവത്തോടെ ആയിരിക്കണം. നമ്മൾ മാനസാന്തരം ദൈവത്തോടെ, മാനസാന്തരം വളരെ വ്യക്തമായ ഒരു മാനസാന്തരമായിരിക്കണം. ഏത് വിഷയത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നോ ആ വിഷയത്തിൽ കിടന്ന് ഉരുണ്ട് കളിക്കരുത്. ഞാനല്ല എന്ന് പറയരുത്. എവിടെ തെറ്റ് പറ്റിയോ ദൈവത്തോടെ പറയണം. കാരണം കർത്താവെ, ഐ അക്സെപ്റ്റ് മൈ ഫാൾട്ട്. എനിക്ക് തെറ്റ് പറ്റി, ഞാൻ അവിടെ പകച്ചു, അവിടെ ഞാൻ ഭിന്നത ഉണ്ടാക്കി, അവിടെ ഞാൻ പ്രശ്നം ഉണ്ടാക്കി, അവിടെ ഞാൻ ദേഷ്യം ഉണ്ടാക്കി, ഞാൻ അവളെ തല്ലി, ഞാൻ എൻ്റെ ഭർത്താവിനെ കുറ്റം പറഞ്ഞു, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, അത് എല്ലാം പറ. മാനസാന്തരത്തോടെ വന്നാൽ മാത്രമേ അവിടെ വീണ്ടെടുപ്പ് നടക്കത്തുള്ളൂ. വീണ്ടെടുപ്പ് ഉണ്ടായാൽ മാത്രമേ ദൈവസന്നിധിയിൽ നമുക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ദൈവത്തോടു കൂടെ വസിക്കണം, ദൈവത്തോടു കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? മാനസാന്തരമുള്ള ജീവിതം വളരെ ആവശ്യമാണ്. മാനസാന്തരമില്ലാതെ വീണ്ടെടുപ്പില്ലാതെ ഒരിക്കലും ദൈവസന്നിധിയിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. കർത്താവിനെ സ്നേഹിക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങളെ നീട്ടിപ്പിടിക്കാം. ഹല്ലേലൂയ. കരങ്ങളെ നീട്ടിപ്പിടിക്കാം. ഹല്ലേലൂയ. എന്തെങ്കിലും കുറ്റബോധമുണ്ടോ? ദൈവവചനം, ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചപ്പോൾ എന്തെങ്കിലും
എവിടെയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ലംഘനങ്ങൾ കിടപ്പുണ്ടോ? എവിടെയെങ്കിലും പാപ ജീവിതം കിടപ്പുണ്ടോ? മറിഞ്ഞു കിടപ്പുണ്ടോ? ദൈവസന്നിധിയിൽ ഏറ്റു പറയാം. വേഗം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. 3 മണിക്കൂറൊന്നും നിങ്ങളെ ഞാൻ നിർത്താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതവിടെ നടന്ന ഒരു സംഭവമാണ്. നിമിഷങ്ങൾ മതി നിങ്ങളുടെ കുറവുകൾ ഏറ്റു പറയാൻ, നിമിഷങ്ങൾ മതി. ഹല്ലേലൂയ. നാം ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. അവർ ആരാധനയിലേക്ക് പ്രവേശിച്ചു. എപ്പോൾ പ്രവേശിച്ചെന്നറിയാമോ? പാപങ്ങളെ ഏറ്റു പറഞ്ഞിട്ട് പ്രവേശിച്ചു. നിരപ്പ് പ്രാപിച്ചിട്ട് പ്രവേശിച്ചു. അവർ ചെയ്ത പാപങ്ങളെ സമ്മതിച്ച്, ലോർഡ്, ഐ ഹാവ് ഫെയിൽഡ് ഇൻ ദിസ് സിറ്റുവേഷൻ. ഇന്ന ഭാഗത്ത് ഞാൻ വീണു, ഇവിടെ ഞാൻ തകർന്നു പോയി, ഇവിടെ ഞാൻ കുറ്റക്കാരനാണ്, ഞാൻ ഇന്ന ഭാഗങ്ങൾ ലംഘനങ്ങൾ ചെയ്തു. ഐ ഫെയിൽഡ് ലോർഡ്. ഞാൻ വചനം വായിക്കാൻ, ധ്യാനിക്കാൻ വിട്ടുപോയി, പ്രാർത്ഥിക്കാൻ വിട്ടുപോയി. ഞാൻ പാപം ചെയ്തു കർത്താവേ. ദൈവവചനത്തിന് ഞാൻ മുൻഗണന കൊടുക്കാൻ വിട്ടുപോയി. ദൈവവചനം വായിക്കാൻ വിട്ടുപോയി. ഞായറാഴ്ച രാവിലെയും ഞാൻ വായിക്കാൻ വിട്ടുപോയി. കർത്താവെ, തിരക്കായിരുന്നു, എല്ലാം നല്ലതാ, പക്ഷെ ഉത്തമമായ കാര്യത്തിലേക്ക് പ്രവേശിക്കാം. നീ തിരക്കുള്ള മനുഷ്യനാണ്, ഞാൻ നല്ലതാണ്, പക്ഷെ സമർപ്പുള്ള മനുഷ്യനായിട്ട് ജീവിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നു. മാനസാന്തരത്തോടെ ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ മാനസാന്തരപ്പെട്ടവർ നടുവിൽ ഹല്ലേലൂയ ചില ലേവിയർമാർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും വാഴ്ത്തുവീൻ. സകല പ്രശംസയ്ക്കും സ്തുതിക്കും മീതെ ഉയർന്നിരിക്കുന്ന നിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് അവർ അത്യുച്ചത്തിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. എങ്ങനെ ആരാധിക്കാൻ തുടങ്ങി? അങ്ങ് മാത്രം യഹോവയാകുന്നു എന്ന് പറഞ്ഞ് ആരാധിച്ചു. അങ്ങ് ആകാശത്തെയും സ്വർഗത്തെയും ഹല്ലേലൂയ ആബേലുള്ള സകല സൈന്യത്തെയും സൃഷ്ടിച്ച ദൈവമെന്ന് പറഞ്ഞ് ആരാധിച്ചു. ഭൂമിയെയും ഭൂമിയിലുള്ള സകലത്തെയും സൃഷ്ടിച്ച ദൈവം, സമുദ്രത്തെയും സമുദ്രത്തിലുള്ള സകലത്തെയും സൃഷ്ടിച്ച ദൈവം, അതിലുള്ള സകലത്തെയും രക്ഷിക്കുന്ന ദൈവം എന്നവർ അത്യുച്ചത്തിൽ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചു. ആകാശത്തിലെ സൈന്യങ്ങളെല്ലാം അങ്ങേ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞവർ ആരാധിച്ചു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, മടങ്ങി വരാം, മാനസാന്തരത്തോടെ മടങ്ങി വരാം. ഹല്ലേലൂയ. നിന്റെ പാറയായ രക്ഷയായ കർത്താവിൻ്റെ അടുക്കലേക്ക് നീ കടന്നു വരാം. നീ ദൈവത്തിന് വിലപ്പെട്ടവനാണ്. ഹല്ലേലൂയ. നീ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതുക്കത്തോട് പ്രവേശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. മാനസാന്തരത്തോട് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. പുതുക്കത്തോട് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പുതിയ മനുഷ്യനായി പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പുതിയ തീർമാനത്തോട് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. 2024 ജീവിച്ചതുപോലെ ഒരു ജീവിതം നയിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തോട് അനുരൂപപ്പെട്ടുള്ള ഒരു ജീവിതം, മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ വസിക്കുന്ന ഒരു ജീവിതം. ഹല്ലേലൂയ. ഒരു വിശുദ്ധ ഒരു ജീവിതം. നിന്റെ വാക്കുകൾക്ക് അച്ചടക്കം ഉണ്ടാകട്ടെ, നിന്റെ വികാരങ്ങൾക്ക് അച്ചടക്കം ഉണ്ടാകട്ടെ, നിന്റെ വഴികളിൽ അച്ചടക്കം ഉണ്ടാകട്ടെ. ഒരു അച്ചടക്കമുള്ള ഒരു ജീവിതം. യേശുവിനെ പിൻഗമിക്കണമെങ്കിൽ you have to discipline your life to become a disciple of Jesus Christ. സ്നാനപ്പെട്ടാൽ ഒരിക്കലും ഡിസിപ്ലിൻ പ്രാപിക്കണമെന്നില്ല. അഭിഷേകം പ്രാപിച്ചാൽ ഒരിക്കലും ഡിസിപ്ലിൻ പ്രാപിക്കണമെന്നില്ല. ശോധന ചെയ്താൽ മാത്രമേ ഡിസിപ്ലിൻഡ് ലൈഫ് ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. ശോധന ചെയ്യണം എവറി ഡേ. കർത്താവേ, എൻ്റെ വാക്കുകൾ, എൻ്റെ വികാരങ്ങൾ. when friends come near to you, be careful. അക്രൈസ്തവർ നിന്റെ അടുക്കൽ കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കുക. അവൻ്റെ ജീവിതത്തിൽ കാണപ്പെടുന്ന ആ നാറ്റം നിന്റെ ജീവിതത്തിൽ അടിക്കാതെ സൂക്ഷിക്കുക. Try to keep a holy life with God. സോഷ്യൽ മീഡിയ നിന്നെ വശീകരിക്കരുത്. ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നെ വശീകരിക്കണം. You should be influenced by the presence of God. ദൈവത്തിൻ്റെ വചനത്തിൽ നീ വസിക്കണം. നിന്റെ ആകാരം ദൈവത്തിൻ്റെ വചനമായിരിക്കണം. 2024 നിന്റെ ചരിത്രത്തിൽ ഒരു തിരിവുണ്ടായിരിക്കണം, ഒരു മാറ്റമുണ്ടായിരിക്കണം, ഒരു സാക്ഷ്യമുണ്ടായിരിക്കണം, ഒരു വീണ്ടെടുപ്പുണ്ടായിരിക്കണം, ഒരു ജീവനുണ്ടായിരിക്കണം, ഒരു ജീവിതമുണ്ടായിരിക്കണം. അങ്ങനെ ജീവിച്ചാൽ യു ക്യാൻ ലിവ് വിത്ത് യുവർ ക്രിയേറ്റർ. അങ്ങനെ ജീവിച്ചാൽ നിനക്ക് ജീവനുള്ള ദൈവത്തോടു കൂടെ ജീവിക്കാൻ സാധിക്കും. ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ സ്നേഹസ്വരൂപനെ, ഞങ്ങളുടെ പ്രാണനാഥനെ, ജീവൻ്റെ ആധാരമേ, ഈ മഹത്വമേറിയ മാനസാന്തരത്തിൻ്റെ ഒരു ആത്മാവ്, അല്ലെങ്കിൽ ആ ഗ്രേസ്, അല്ലെങ്കിൽ ആ ഗിഫ്റ്റ് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ് ഫോർ ദാറ്റ് precious gift that you have provided for us to live with you, Lord, to live with you alone. അങ്ങയോട് കൂടെ വസിക്കുന്നത് എത്ര
സന്തോഷമുള്ളത്, എത്ര സമാധാനമുള്ളത്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദി പറയാമോ? നന്ദി പറഞ്ഞാട്ടെ, അല്പനേരം സ്തോത്രം ചെയ്താട്ടെ. താങ്ക് യു ഫോർ ഹിസ് ഗുഡ്നെസ്. ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് തരാതെ ഇരുന്നിരുന്നെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വസിക്കാൻ കഴിയുമോ? നോ, നെവർ 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 നെവർ. ഇന്ന് പല സഭകളിലും ഇല്ലാത്തതാണ്. വി ഹാവ് ടു ബ്രിങ് ഇറ്റ് ബാക്ക് ഇൻ അവർ ചേർച്ച്. ഇത് മടക്കി കൊണ്ടുവരണം നമ്മുടെ ജീവിതത്തിൽ. പക നമുക്കുള്ളതല്ല, പിണക്ക് നമുക്കുള്ളതല്ല, ഭിന്നത നമുക്കുള്ളതല്ല, ജാരസംഘം നമുക്കുള്ളതല്ല. ഓ, കള്ളം പറയുന്നത് നമുക്കുള്ളതല്ല, നുണ പറയുന്നത് നമുക്കുള്ളതല്ല. പരിശുദ്ധനായ നല്ല പിതാവേ, താങ്ക് യു ലോർഡ് ഫോർ യുവർ ഗുഡ്നെസ് ആൻഡ് യുവർ ഗ്രേസ്. എല്ലാ നന്മകൾക്കായി വീണ്ടും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് ഫോർ ഫർഗിവിങ് അവർ സിൻസ്. താങ്ക് യു ലോർഡ്. ഞങ്ങൾ ചെയ്ത പാപത്തെ തിരിച്ചറിയുവാനും തിരിച്ചറിഞ്ഞ പാപത്തെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനും ഏറ്റുപറഞ്ഞ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുവാനും ക്ഷമിക്കപ്പെട്ട ഞങ്ങളെ ദൈവം വീണ്ടെടുപ്പാനും വീണ്ടെടുക്കപ്പെട്ട ഞങ്ങളെ ദൈവസന്നിധിയിൽ വസിക്കുവാൻ ദൈവം തന്ന ഞങ്ങളുടെ മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് അങ്ങ് ഞങ്ങളെ കൽപ്പിച്ച കൽപ്പനകളെ ഞങ്ങൾ പ്രമാണിക്കും. സകല മാനമഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും ഇന്നും എന്നും എല്ലാ എപ്പോഴും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.